പിണറായിയുടെ തുടർന്നുള്ള 2 വർഷത്തെ നിലനിൽപ്പിന് ഒരു രക്തസാക്ഷിയെങ്കിലും വേണം, അത് പറ്റുമെങ്കിൽ കണ്ണൂരിൽ നിന്ന് തന്നെ വേണം എന്ന് നിർബന്ധമുള്ളതുപോലെയാണ് SFIയിലെ വിദ്യാർത്ഥികളെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ ആന കടുവ അക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ അതുപോലെ പരിക്ക് പറ്റിയവരുടെ വീട് സന്ദർശിച്ച ശേഷം കണ്ണൂരേക്ക് വിമാനത്താവളത്തിലേക്ക് മടങ്ങുന്ന ഗവർണറെ മട്ടന്നൂരിൽ വെച്ച് വലിയ അക്രമമാണ് SFIയുടെ നേതൃത്വത്തിൽ ഉണ്ടായത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗവർണർ എത്തുന്നതിന് ഏകദേശം 10 മിനിറ്റ് മുമ്പ് അവിടെ SFI വിദ്യാർത്ഥികൾ വളരെ ശക്തമായ പ്രകടനവുമായി എത്തിയിരുന്നു. എന്നാൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് പകരം ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാകണം അവരെ വലയം പ്രാപിച്ചുകൊണ്ട് റോഡ് സൈഡിൽ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവരെ വളഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. ഗവർണർ 10 മിനിറ്റിനുള്ളിൽ അതുവഴി വരുമെന്നും ആ സമയം ഈ SFI വിദ്യാർത്ഥികൾ വലയം ഭേദിച്ച് ഗവർണറുടെ കാറിന് മുന്നിലേക്ക് ചാടുമെന്നും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവർണറുടെ സുരക്ഷാ ഭടന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നും അങ്ങനെ 1-2 രക്തസാക്ഷികളെ അവർക്ക് കിട്ടുമെന്നും ഒരുപക്ഷെ അവർ കരുതി കാണും.